എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ മുഴുവനും ഇങ്ങനെയാണ്. ഇപ്പോൾ വചനം പറഞ്ഞ് ഓരോരുത്തരോട് വചനം പറയുക, അവരെ അത് വിശ്വാസികളായി തീരുന്നത് വരെ തുടരെ അവരെ ഫോളോഅപ്പ് എന്ന് പറയുന്ന പോലെ അവരെ കാണുക, അവരോട് വചനം പറയുക, അവരെ സഹായിക്കാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക, അവരെ സമാധാനപ്പെടുത്തുക, ആശ്വസിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവരെ യേശുവിനെ കൊടുക്കുക. അങ്ങനെ കൊണ്ടുപോയിട്ട് 93 പേരേനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനും മാമോദിസ കൊടുക്കാനായിട്ട് ദൈവം എന്നെ അനുവദിച്ചിട്ടുണ്ട്. ഞാൻ ക്രിസ്തുവിൽ അഭിമാനിക്കുന്നു. ചിലർക്ക് മാമോദിസ സ്വീകരിക്കുന്ന ആഗ്രഹം ഉണ്ടായിട്ട് സാധിക്കാതെ ആശുപത്രിയിൽ വെച്ചിട്ട് വീട്ടു മാമോദിസ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അവർക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമാവിനും നാമം പറഞ്ഞിട്ട് അവർക്ക് സ്നാനം കൊടുക്കുക. അല്ല, സഭയുടെ ഔദ്യോഗിക സ്നാനം എനിക്ക് നൽകാൻ പറ്റില്ല. എന്നാൽ വിശ്വാസികളായതിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ അവർക്ക് അങ്ങനെ ചെയ്യണം. കാരണം എന്നെ പ്രസവിച്ച സമയത്ത് എൻ്റെ ജാതി ആചാരപ്രകാരം പറയൻ സമുദായത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. ഞങ്ങൾക്ക് ജാതി ആചാരത്തിൽ പ്രസവിച്ച് കഴിഞ്ഞാൽ മുഖത്ത് വെള്ളം ഒഴിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിന് എൻ്റെ അപ്പൻ്റെ വീട് വടക്കാഞ്ചേരി കുമ്പളങ്ങാട്, ഞാൻ ജനിച്ചത് തിരൂരാണ്, കിഴക്കങ്ങാടിയിൽ. അപ്പോൾ മുഖത്ത് വെള്ളം തെളിക്കാനായിട്ട് അപ്പൻ്റെ പെങ്ങളെ കൊണ്ടുവരണം. എത്ര വഴി അന്നൊക്കെ നടന്നിട്ടാണ് പോവുക. സാധ്യമല്ല എന്ന് കണ്ടപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ചിറ്റിലപ്പള്ളി ഹൗസ്, അവിടുന്ന് റോസി ചേച്ചിനെ വിളിച്ചു കൊണ്ടുവന്ന് എൻ്റെ മുഖത്ത് വെള്ളം തെളിപ്പിക്കുകയാണ്. അപ്പോൾ റോസി ചേച്ചിയുടെ അമ്മ പറഞ്ഞു, അന്ന് റോസി ചേച്ചിക്ക് 20 വയസ്സുണ്ട്, നീ കുരിശ് വരച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ചു വിടറി എന്ന് പറഞ്ഞു കുഞ്ഞലമ്മ. അപ്പോൾ ഈ റോസി ചേച്ചിയുടെ അമ്മ, റോസി ചേച്ചിയുടെ ആങ്ങളമാർ, എൻ്റെ അപ്പനമ്മ, എൻ്റെ അമ്മാവന്മാർ എല്ലാവരും ഇത് പറഞ്ഞു കേട്ടുള്ള അറിവ്, നിൻ്റെ മുഖത്ത് വെള്ളം തെളിച്ചിരിക്കുന്നത് റോസി ചേച്ചിയാണ്, നിനക്ക് ആ നസ്രാണി സ്വഭാവം നിനക്ക് ഉണ്ടാവും, അങ്ങനെ പറയാറുണ്ട്. ഒരിടത്ത് ഇരിക്കുമ്പോൾ പറയാണ്, ഉടൻ ചെന്ന് നീ ബസ് സ്റ്റോപ്പിലിരിക്കുക, നിൻ്റെ ആരാണ് മരിച്ചത് എന്ന് ഞാൻ നിന്നെ അറിയിക്കുന്നു. ഈ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് അശരീരി കേട്ടു എന്ന് പറയില്ലേ, ആ ശബ്ദമാണെങ്കിൽ മാത്രമേ ഞാൻ ശരിക്കുള്ളൂ, അല്ലാത്ത ശബ്ദം കേട്ടാൽ ഞാൻ ശരിക്കാറില്ല. ഈ ശബ്ദമാണെങ്കിൽ അത് ഈശോയുടെയെന്ന് എനിക്കറിയാം. ബസ് സ്റ്റോപ്പിലിരുന്നപ്പോൾ ബസ്സിൽ വരുന്ന ഈ ചിറ്റിലപ്പള്ളിക്കാരുടെ കുടുംബത്തിൽപ്പെട്ട കുറേ ചേച്ചിയും ചേട്ടന്മാരും, ഈ റോസി ചേച്ചിൻ്റെ കല്യാണം കഴിച്ചിട്ട് നെടുപ്പുഴ പനമുക്ക് പള്ളിയിലാണ്, ഇടവക. ആ ചേച്ചി പറയാണ് എന്നോട്, എൻ്റെ വീട്ടിലെ പേര് രാജു എന്നാണ്. എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, രാജു, നമ്മുടെ റോസി ചേച്ചി മരിച്ചു നെടുപ്പുഴ പനമുക്ക് പള്ളിയിൽ നിന്ന് ബസ്സിൽ. അപ്പോൾ ആ ചേച്ചി ഞാനുമായിട്ടുള്ള ബന്ധം ഏതാ? അപ്പോൾ അന്ന് ഞാൻ മാമോദിസ വീട്ടിൽ പോലും ഇല്ല. ഈ ചേച്ചി എൻ്റെ മുഖത്ത് വെള്ളം തെളിച്ചു. അപ്പോൾ കത്തോലിക്ക തിരുസഭയുടെ സ്നാനത്തെക്കുറിച്ചിരിക്കുന്ന ബോധ്യം വന്നു. ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം പറഞ്ഞിട്ട് ഒരു സഹോദരി ഈ വെള്ളം തെളിച്ചതിന് ഇത്രയും വിലയുണ്ടെങ്കിൽ നിൻ്റെ ആരാണ് മരിച്ചതെന്ന് ഞാൻ നിന്നെ അറിയിക്കുന്നു. ആരാണ് മരിച്ചത്? എൻ്റെ മുഖത്ത് ആ നാമം പറഞ്ഞ് വെള്ളം തെളിച്ച സഹോദരി. അവർ മരിച്ചതിന് ഇത്ര വിലയുണ്ടെങ്കിൽ അപ്പോൾ ഒരു പുരോഹിതൻ തെളിച്ചാൽ എത്ര മാത്രം അധികാരം അതിൻ്റെ ബലമുണ്ടെന്നുള്ളത് മനസ്സിലാക്കി